നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത് മരുമകനാണ്. കിഫ്ബി വഴി പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾ, നിർമ്മാണങ്ങൾ ഒന്നൊന്നായി തകർന്നു വീണുകൊണ്ടിരിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. പാലാരിവട്ടത്തൊരു പാലത്തിന്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയമായി ക്യാമ്പയിൻ നടത്തി ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നവരാണ് നിങ്ങൾ. 4 ടെസ്റ്റുകൾ നടത്തി. പുനെ ഇൻസ്റ്റിറ്റ്യൂട്ട് IIT-യിൽ നിന്ന് വരെ ആളുകൾ വന്ന് ടെസ്റ്റിംഗ് നടത്തി. പാലാരിവട്ടം പാലത്തിന് ബലക്ഷയമുണ്ട് എന്ന് റിപ്പോർട്ടുണ്ടായില്ല. അവിടെ പാലം ആർച്ചായി നിലനിൽക്കുന്നതുകൊണ്ട് പ്ലാസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട ക്യൂറിങ്ങിലാണ് തകരാറ് വന്നത്. ബലക്ഷയമല്ല ഉണ്ടായത്. മുകളിലെ 2 ലെയർ കോൺക്രീറ്റ് കുത്തിമാറ്റി പരിശോധിച്ചു. ആ പാലത്തിന്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയമായ നാടകം കളിച്ച് അധികാരത്തിൽ വന്നവർ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം മാഹിയിലടക്കം കൊയിലാണ്ടിയിലടക്കം എത്രയോ പാലങ്ങളാണ് തകർന്നു വീണത് നിർമ്മാണ ഘട്ടത്തിൽ വരെ. ആരാണ് ഇതിന് നേതൃത്വം നൽകുന്നത്? കോമ്രേഡ് വിജയന്റെ മരുമകൻ റിയാസ്, കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. പ്രിയപ്പെട്ടവരെ, പ്ലാനും എസ്റ്റിമേറ്റും അനുസരിച്ചല്ലാതെ പണിത് തന്റെ സഹവർത്തികളായിട്ടുള്ള ഊരാളിന്റെ സൊസൈറ്റിക്ക് നിർമ്മാണം ഹാൻഡ് ഓവർ ചെയ്ത് കൊടുത്ത് കോടിക്കണക്കിന് റുപ്യ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലാഭം ഉണ്ടാക്കുമ്പോൾ നിർമ്മാണങ്ങളൊന്നും നാട്ടിൽ നിലനിൽക്കില്ല എന്നുള്ള ആ സാമൂഹ്യ സാഹചര്യത്തെ മനസ്സിലാക്കുന്നതിന് ഈ നാട്ടിലെ അരി കഴിക്കുന്ന ഒരു ജനവിഭാഗത്തിനും ഓക്സ്ഫോർഡിൽ പോയി പഠിക്കേണ്ട ഗതികേടുണ്ടാകില്ല. ഇവിടെ നമ്മൾ അറിയണം, ഈ നാട്ടിലെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരാളിന്റെ സൊസൈറ്റിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി ആ സൊസൈറ്റിയുടെ ആസ്തിയെ സംബന്ധിച്ച്, അവരേറ്റെടുത്തിരിക്കുന്ന കരാറിന്റെ വ്യാപ്തിയെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ ആ സ്ഥാപനത്തിന്റെ വളർച്ചയെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇടുക്കി ജില്ലയിൽ ഒരു ചെറിയ ഊരാളുകളുണ്ട്. കുട്ടുമ്പൻചോലയിൽ ജയചന്ദ്രൻ നേതൃത്വം നൽകുന്ന ഒരു ഊരാളുകളുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി എവിടെ ഭരണാധികാരം പ്രയോഗിച്ചോ അതെല്ലാം പാർശ്വവർത്തികളെയും അനുചരന്മാരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയും പാർട്ടിയുടെ ആസ്ഥാന മന്ദിരങ്ങളെ കെട്ടിപ്പൊക്കുന്നതിനും വേണ്ടിയിട്ട് മാത്രമായി ഈ ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷമായി മാറിക്കഴിഞ്ഞിരിക്കുക.